ആഘോഷത്തിന് സ്വീകരിക്കുക പ്ലീസ്. ആദ്യമായിട്ട് ഏതൊരു പ്രോഗ്രാം നമ്മൾ ആരംഭിക്കുമ്പോഴും ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് ആരംഭിക്കുന്നത്. ഈശ്വര പ്രാർത്ഥനയ്ക്ക് വേണ്ടി ശ്രീമതി സറോണ ഫെർണാണ്ടസ്. Thank you for that prayer song. To formally welcome everyone to this evening, I invite our Secretary, Sri Binu Sibi, to deliver the welcome speech. BMCA-യുടെ 19ാമത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷവേളയിൽ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ഒരു ക്രിസ്മസ് ഏവർക്കും ആശംസിക്കുന്നു. ജാതിമത ഭേദമില്ലാതെ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ക്രിസ്മസ്. ഇവിടെ കൂടിയിരിക്കുന്ന ഏവരെയും സ്വാഗതം ചെയ്യുക എന്നതാണ് എന്നിൽ നിക്ഷിപ്തമായ കർത്തവ്യം. ആദ്യം തന്നെ അധ്യക്ഷനെ നമ്മുടെ BMCA-യുടെ പ്രസിഡന്റ് ശ്രീ പൗലോസ് പാലാട്ടിയെ അത്യന്തം സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യമില്ല. BMCA-യുടെ തുടക്കം മുതലേ എല്ലാ കമ്മിറ്റിയിലും സജീവമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അടുത്തതായി ചെയ്യുന്നു BMCA-യുടെ ട്രഷറർ അമല ജെബിനെ സ്വാഗതം ചെയ്യുന്നു. വൈസ് പ്രസിഡന്റ് സജി കുന്നത്ത്, ജോയിന്റ് സെക്രട്ടറി ജോമിഷ ജോഷി, ജോയിന്റ് ട്രഷറർ സെബിൻ വർഗീസ് ഏവരെയും സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ എല്ലാ കമ്മിറ്റി മെമ്പേഴ്സിനെയും സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ആത്മാർത്ഥമായ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സിബി. അടുത്തതായി അധ്യക്ഷ പ്രസംഗം, അതിനോടനുബന്ധിച്ച് ഉദ്ഘാടനമാണ്. അതിനുവേണ്ടി BMCA-യുടെ ആരാധനായ പ്രസിഡന്റ് ശ്രീ പൗലോസ് പാലാട്ടി അവരെ ക്ഷണിച്ചോളൂ. വേദിയിലിരിക്കുന്ന എത്രയും ആദരണീയരായ BMCA സെക്രട്ടറി ശ്രീമതി ബിനു സിബി, ട്രഷറർ ശ്രീമതി അമല ജബിൻ, അതുപോലെ വൈസ് പ്രസിഡന്റ് സജി കുന്നത്ത്, പിന്നെ ജോയിന്റ് സെക്രട്ടറി ജോമിഷ ജോഷി, ജോയിന്റ് ട്രഷറർ സെബിൻ, അതുപോലെ തന്നെ ഇന്നത്തെ മുഖ്യ സന്ദേശം നൽകുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബേസിക് സ്റ്റോക്കിലെ കൗൺസിലറും നമ്മുടെ അംഗവുമായ ശ്രീ സജീഷ് ടോം, ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എത്രയും നല്ലവരായ BMCA-യിലെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, കുട്ടികളെ, ആദ്യമേ തന്നെ ഏവർക്കും തിരുപ്പിറവിയുടെയും നവവത്സരത്തിൻ്റെയും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും നേരുന്നു. നമ്മളേവരും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളതും
വളരെ മനോഹരമായി കൊണ്ടാടിയിട്ടുള്ളതുമായ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം ഈ വർഷവും ഏറ്റവും വിപുലമായി തന്നെ ഇന്നിവിടെ അരങ്ങേറുകയാണ്. സംഘടനയുടെ പുതിയ ഭാരവാഹിത്വം ഏറ്റെടുത്തതിന് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ ഇതുപോലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുവാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾ ഏവരുടെയും പൂർണ്ണ സഹകരണം ആദ്യാന്തം ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ഈ കൂട്ടായ്മ BMCA ബേസിക് സ്റ്റോക്ക് മലയാളി കൾച്ചറൽ അസോസിയേഷൻ 2026 20ാം വയസ്സിലേക്ക് കടക്കുന്ന ഈ അവസരത്തിൽ ഈ സംഘടനയെ കെട്ടിപ്പടുക്കുവാനും സർവോന്മുഖമായി മുന്നോട്ട് നയിക്കുവാനും സഹകരിച്ച ഏവരെയും നന്ദിയോടെ സ്മരിക്കുന്നു. ഒപ്പം നമ്മളിൽ നിന്നും വിടവാങ്ങിയ എത്രയും പ്രിയപ്പെട്ട ശ്രീ സനൽകുമാർ, ശ്രീ ഗോപിനാഥൻ ചേട്ടൻ, ശ്രീ ഫിലിപ്പ് കുട്ടി എന്നിവരെ പ്രാർത്ഥനാപൂർവ്വം സ്മരിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ BMC എന്ന ഈ സംഘടന രൂപീകരിക്കുന്ന സമയത്ത് 20ഓളം കുടുംബാംഗങ്ങളുമായി തുടങ്ങി ഇന്ന് 165ഓളം കുടുംബങ്ങൾ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്ന ഇംഗ്ലണ്ടിലെ തന്നെ ഒരു വലിയ മലയാളി സംഘടനയായ BMCയുടെ അമരക്കാരനായിരിക്കുന്നതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. പരിപൂർണമായും അംഗങ്ങളുടെ കലാകായിക സാംസ്കാരിക വളർച്ചയ്ക്ക് മുൻതൂക്കം കൊടുക്കുന്ന കാര്യത്തിൽ BMCA ഇതര സംഘടനകളെ അപേക്ഷിച്ച് ഒരുപടി മുന്നിൽ തന്നെയാണ്. ആയതിനു വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച അനവധി വ്യക്തികളുണ്ട്. അവരെയെല്ലാം ഇത്തരണത്തിൽ നന്ദിയോടെ ഓർക്കുന്നു. ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും BMCയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ നന്ദി അറിയിക്കുന്നതോടൊപ്പം ഇന്നത്തെ കലാപരിപാടികളും വിരുന്നു സൽക്കാരങ്ങളും ആസ്വാദനപരമായി മാറട്ടെ എന്നും നല്ലൊരു ദിവസവും ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന്റെ ഉദ്ഘാടനത്തിലേക്ക് കടക്കട്ടെ. ഹലോ, അടുത്തായിട്ട് നമ്മൾ നിലവിളക്ക് തെളിയിച്ച് ഔദ്യോഗികമായിട്ട് അല്ലാതെ ഈ ബിന കമ്മിറ്റിക്കാരെല്ലാവരും സ്റ്റേജിലേക്ക് വരാം. പ്രോഗ്രാം ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. എല്ലാവരും ഉണ്ണിച്ചേട്ടാ ഒരു പാട്ടൊന്ന് ഇട്ടേക്കാമോ ഉദ്ഘാടനത്തിൻ്റെ? നമുക്കറിയാം ഈ ഹോളിൻ്റെ വലതുവശത്ത് ഫയർ എക്സിറ്റ് ഉണ്ട്, പുറകിൽ ഫയർ എക്സിറ്റ് ഉണ്ട്. പരമാവധി ഫയർ എക്സിറ്റ് ബ്ലോക്ക് ചെയ്യാതെ എല്ലാവരും ആ ഫയർ എക്സിറ്റിൽ നിന്നൊന്ന് മാറിയിരിക്കണമെന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നമുക്കറിയാം ഫയർ എക്സിറ്റ് എപ്പോഴാണ് നമുക്ക് ഇൻ കേസ് ഓഫ് ആൻ എമർജൻസി നമുക്കതൊക്കെ ആവശ്യം വരുത്തേണ്ട സംഭവങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് ഫയർ എക്സിറ്റ് ബ്ലോക്ക് ചെയ്ത് ആരും നിൽക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം.
എല്ലാവരും ഒന്ന് കൈയടിച്ച്. Our Honourable Councillor, Sri Sajeesh Tom, to share the Christmas message with us. BMCA പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ പൗലോസ് പാലാട്ടി, സെക്രട്ടറി ബിനു സിബി, ട്രഷറർ അമല ജബിൻ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള സ്നേഹം നിറഞ്ഞ BMCA ഭാരവാഹികളെ, പ്രിയമുള്ള BMCA കുടുംബാംഗങ്ങളെ, ആദ്യമായി എല്ലാവർക്കും നിങ്ങൾക്ക് എന്നെ കാണാമോ? ആദ്യമായി എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും സ്നേഹാശംസകൾ അർപ്പിക്കുകയാണ്. ഒപ്പം തന്നെ എന്നെ ഈ വേദിയിലേക്ക് ക്രിസ്മസ് സന്ദേശത്തിന് വേണ്ടി ക്ഷണിച്ച പ്രസിഡന്റ് പൗലോസിനും BMC എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുവാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 10-40 കുടുംബങ്ങൾ മാത്രമായി ആരംഭിച്ച ഒരു മലയാളി അസോസിയേഷനാണ് BMCA. ഇന്ന് നമ്മൾ 150-ലേറെ അംഗങ്ങളുള്ള വലിയൊരു അസോസിയേഷനായി മാറിക്കഴിഞ്ഞു. 3 ഇരട്ടിയിലേറെ അംഗങ്ങൾ. ഇത് ബേസിക് സ്റ്റോക്കിൽ മാത്രം നടക്കുന്ന ഒരു പ്രതിഭാസമല്ല. UK അങ്ങോളം ഇങ്ങോളം എല്ലാ മലയാളി കൂട്ടായ്മകളും കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലൂടെ 2 ഇരട്ടിയും 3 ഇരട്ടിയും 4 ഇരട്ടിയും 5 ഇരട്ടിയും ഒക്കെയായി വർദ്ധിച്ചു കഴിഞ്ഞു. പക്ഷെ അവിടെയൊന്നും കാണാത്തൊരു കാര്യം ഇവിടെ ബേസിക് സ്റ്റോക്ക് നടക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ മലയാളി അസോസിയേഷനുകളുടെ എണ്ണവും 2, 3, 4, 5 ഒക്കെയായി വർദ്ധിച്ചപ്പോൾ ബേസിക് സ്റ്റോക്കിൽ എല്ലാ മലയാളി കുടുംബാംഗങ്ങളെയും ചേർത്ത് നിർത്തിക്കൊണ്ട് BMCA എന്ന ഒറ്റ വികാരമായിട്ട് ഒരൊറ്റ മലയാളി അസോസിയേഷനായിട്ട് നമ്മൾ ഈ വർഷങ്ങൾ പിന്നിട്ടെങ്കിൽ അതിന്റെ മുഴുവൻ ക്രെഡിറ്റും നിങ്ങൾ ഓരോരുത്തർക്കുമാണ്. ക്രിസ്മസിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു ക്രിസ്മസ് കാലവും കൂടി വന്നെത്തിയിരിക്കുകയാണ്. ക്രിസ്മസ് ഒരു ആഗോള മഹോത്സവമാണ്. ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ ആഘോഷിക്കുന്ന ഒരു തിരുനാൾ അത് ക്രിസ്മസ് ആയിരിക്കും. മതപരവും സാമൂഹ്യവും ധാർമ്മികവും ആത്മീയവുമൊക്കെയായ നിരവധി മാനങ്ങൾ ക്രിസ്മസ് ചർച്ച ചെയ്യുന്നുണ്ട്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ യൂറോപ്പിലെ ക്രിസ്മസ് ആഘോഷ രാവുകളുടെ ഒരു പൂക്കാലം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ആഘോഷ രാവുകളാണ്. ചെറുതും വലുതുമായ നഗരങ്ങളിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ക്രിസ്മസ് ലൈറ്റുകൾ തെളിയുന്നു. യൂറോപ്പിന്റെ പരമ്പരാഗതമായിട്ടുള്ള ക്രിസ്മസ് മാർക്കറ്റുകൾ അങ്ങോളം ഇങ്ങോളം പ്രവർത്തിക്കുന്നു. അതെ, യൂറോപ്പിലെ ക്രിസ്മസ് ആഘോഷ രാവുകളുടെ ഒരു പൂക്കാലമാണ്.
എന്നാൽ ക്രിസ്മസ് ചിന്തകൾ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ ബാല്യത്തിലെ ക്രിസ്മസുകളിലേക്കാണ്. ക്രിസ്മസ് വിളക്കുകളും പുൽക്കൂടുകളുമൊക്കെ വെളിച്ചം വിതറുന്ന കുളിരണിഞ്ഞ സന്ധ്യകളിലേക്ക്, മരക്കൊമ്പിൽ തൂങ്ങിയ ക്രിസ്മസ് വിളക്കുകളും മുറ്റത്ത് കെട്ടിയ പുൽക്കൂടും നാട്ടുപറമ്പിലൂടെ നടന്നു വരുന്ന കരോൾ ഗായക സംഘങ്ങളുമൊക്കെ മഞ്ഞ ഓർമ്മകളായി നമ്മുടെ എല്ലാം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ക്രിസ്മസ് സന്ദേശത്തെ കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത് ഉണ്ണിയേശു പിറന്നു വീണ കാലിത്തൊഴുത്തും ആ കാലിത്തൊഴുത്തിനെ വലയം ചെയ്യുന്ന ദൈവത്തിന്റെ വലിയ കാരുണ്യവുമാണ് എക്കാലത്തെയും ഏറ്റവും വലിയ ക്രിസ്മസ് സന്ദേശം. നമ്മൾ കേട്ടിട്ടുണ്ട് വളരെ ബഹുമാന്യനായ ആത്മീയ ഗുരു ബോബി ജോസ് കപ്പുച്ചിനത്തിനെ കുറിച്ച്. ബോബി അച്ഛന്റെ വാക്കുകളിൽ, എല്ലാ സത്രങ്ങളും കൊട്ടിയടയ്ക്കപ്പെട്ട രാത്രിയിൽ ഇടം തേടി അലഞ്ഞ ഒരു പുരുഷന്റെയും നിറവയറുമായി നിന്ന അവന്റെ പെണ്ണിന്റെയും കഥയാണ് ക്രിസ്മസ്. എല്ലാ സത്രങ്ങളും കൊട്ടിയടയ്ക്കപ്പെട്ടപ്പോഴാണ് തുറസായ സ്ഥലത്ത് തുറസായ ഒരു കാലിത്തൊഴുത്ത് അവർ കാണുന്നത്. അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു, കാലിത്തൊഴുത്തിൽ അല്ലായിരുന്നു പിറന്നതെങ്കിൽ നമുക്കിന്ന് പരിചിതനായ ക്രിസ്തു ഉണ്ടാകുമായിരുന്നില്ല. കാലിത്തൊഴുത്തുകൾ ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും പ്രതീകമാണ്. എന്നാൽ തല ചായ്ക്കാൻ ഒരിടമില്ലാത്ത മനുഷ്യന് കാലിത്തൊഴുത്തുകൾ പോലും കരുതലിന്റെയും കാരുണ്യത്തിന്റെയും ചേർത്ത് പിടിക്കലിന്റെയും പർദീസകളാകുന്നു എന്ന വലിയ സാമൂഹിക സന്ദേശത്തിലേക്ക് ക്രിസ്മസ് നമ്മെ കൊണ്ടുവന്നെത്തിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. പുതുവർഷത്തെ വരവേൽക്കുവാൻ നാം ഒരുങ്ങുമ്പോൾ നാം ജീവിക്കുന്ന ഈ UK-യുടെ മാറുന്ന സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് കൃത്യമായ അവബോധമുള്ളവരായി നാം ഇരിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വിഭാഗീയതയുടെയും വെറുപ്പിന്റെയും ഒക്കെ വളരുന്ന ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ നാം വന്ന രാജ്യം ഏതാണെന്നോ, നമ്മുടെ നിറം എന്താണെന്നോ, നമ്മുടെ മതം എന്താണെന്നോ നോക്കാതെ നമ്മെ ചേർത്ത് പിടിച്ച ബഹുഭൂരിപക്ഷം വരുന്ന ഈ ബ്രിട്ടീഷ് സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രയത്നിക്കുവാൻ, കൂടുതൽ പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുവാൻ 2026 നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ക്രിസ്മസിന്റെയും പുതുവത്സരത്തിന്റെയും മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. Thank you for that message. We now move on to Christmas cake cutting ceremony. എല്ലാവർക്കും ഇപ്പോൾ എല്ലാം വേണ്ടിയുള്ള ഒരു ഉപാധിയാണ് ഈ റാഫിൾ ടിക്കറ്റ്. ആകർഷകമായ സമ്മാനങ്ങൾ റാഫിളിന് വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ റാഫിളായിട്ട് നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അതിൽ ചെയ്യണം. കാശില്ല
കയ്യിൽ പൈസ ഇല്ല എന്നോർത്ത് വിചാരിക്കേണ്ട. നമ്മുടെ ട്രഷറർ കാർഡ് മെഷീനൊക്കെ ആയിട്ടാണ് ചിലപ്പോൾ വരുന്നത്. കാർഡ് മെഷീൻ ഉണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ. അപ്പോൾ നിങ്ങൾക്ക് കാർഡ് ടാപ്പ് ചെയ്യാം. അപ്പോൾ ഓർക്കുക, BMCയുടെ ഈ ധനപരമായ ചെലവിലേട്ടാണ് ഈ ഒരു റാഫിൾ നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും സഹകരിക്കുക. ഇപ്പോൾ റാഫിളിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെടുകയാണ്. അതിനുവേണ്ടി റാഫിളിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി എത്രയും പ്രിയപ്പെട്ട സെബിൻ വർഗീസിനെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. ആദ്യ റാഫിൾ ടിക്കറ്റ് ഏറ്റുവാങ്ങുന്നതിനായി നമ്മുടെ BMCയുടെ മെമ്പറായ ശ്രീ CA ജോസഫ് അവർകളെ വേദിയിലോട്ട് ക്ഷണിക്കുകയാണ്. ജോസഫ് ഏട്ടനൊന്ന് വേദിയിലോട്ട് വന്നാൽ നമ്മുടെ ആദ്യത്തെ റാഫിൾ കൂപ്പൺ ഏറ്റുവാങ്ങിക്കൊണ്ട് ഈ വർഷത്തെ റാഫിളിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തപ്പെടുകയാണ്. എല്ലാവരും ഒന്ന് കൈയെടുത്ത് പ്രോത്സാഹിപ്പിക്കാമോ? എനിക്ക് വേണം ജോസഫേൻ്റെ വരവ് കണ്ടിട്ട് 50 ടിക്കറ്റും ജോസഫേണ് എടുക്കുമെന്ന് എന്നോട് പറഞ്ഞേക്കണേ. ഒരു 50 എണ്ണം കീറി കൊടുത്തേരെ സെബിനെ. 1 രൂപയാണ് ഒരു ടിക്കറ്റിൻ്റെ വില. ജോസഫേണ്ണൊക്കെ എങ്ങനെ 50 കുറഞ്ഞ് എടുക്കണേ? 2 എത്ര? 1 പൗണ്ടാണ് 2 പൗണ്ടാണ് ടിക്കറ്റിൻ്റെ? 2 പൗണ്ടാണ്. ഒരു കൂപ്പൺ 2 പൗണ്ടാണ്. ഇപ്പോൾ ജോസഫേട്ട കാശ് ഔദ്യോഗികമായിട്ട് ആ ട്രഷറർ കയ്യിലോട്ട് കൊടുത്തിട്ട് വാങ്ങിച്ചോ ഏതായാലും? അതെ, 20 പൗണ്ടാണ് ജോസഫേട്ടൻ. ജോസഫേട്ടൻ നിറഞ്ഞ കൈയടി കൊടുത്ത എല്ലാവരും. താങ്ക് യു ജോസഫേട്ട. ഒറ്റ വാക്ക്. സ്നേഹമുള്ളവരെ, ഞാൻ എനിക്ക് നിങ്ങൾക്കെല്ലാവർക്കും സമ്മാനം അടിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ നമ്മുടെ ബഹുമാന്യരായ പൗലോസ് പാലാട്ടിയും സെക്രട്ടറി ബിനുവും അതുപോലെ ട്രഷറർ നമ്മുടെ അമലയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ സമ്മാനം കിട്ടുകയുള്ളൂ എന്നാണ്. അപ്പം ഞാൻ നിങ്ങളോട് പിന്നെ അവർ ഒരു കാര്യം കൂടി പറഞ്ഞു. ഇവിടെ സമ്മാനം കിട്ടുന്നവർക്ക് UK-യിലെ യൂറോ മില്യനോ ലോട്ടോയോ ഒക്കെ എടുത്താൽ ഇന്ന് തന്നെ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അതും അടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും ഏറ്റവും പ്രധാനപ്പെട്ട സമ്മാനം ലഭിക്കുന്നവർക്ക് ഇന്ന് നിങ്ങൾ പോയി യൂറോയും ലോട്ടോയും എടുക്കണം എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഈ വർഷത്തെ നമ്മുടെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ ചടങ്ങുകളും ഇവിടെ അവസാനിച്ചു. ഇനി നമ്മളുടെ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന മനോഹരമായ പാട്ടുകളും നാടകങ്ങൾ, നൃത്യങ്ങൾ. അതെ, റാഫിളിന് ക്യാഷ് പ്രൈസാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 3 ക്യാഷ് പ്രൈസാണ് വിജയികൾക്ക് ലഭിക്കുന്നത്. ഈ ഹോളിൻ്റെ 2 വശത്തായിട്ട് നിങ്ങൾക്ക് കാണാം ഈ ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ, കൾച്ചർ പ്രോഗ്രാമിൻ്റെ ഒരു ലിസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരമായിരിക്കാം പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെല്ലാവരും അതൊന്ന് നോക്കി കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്യേണ്ടവരുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ ഒത്തിരി ലേറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒട്ടും ലാഗില്ലാതെ തന്നെ നമുക്ക് എല്ലാ പരിപാടിയും സമയത്ത് തീർക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും ആ ലിസ്റ്റൊക്കെ ഒന്ന് കണ്ടേച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മളുടെ ഔദ്യോഗികമായിട്ടുള്ള എല്ലാ പരിപാടികളും ഇവിടെ അവസാനിച്ചു. ഇനാഗുറേഷൻ സെറമണി എല്ലാം കഴിഞ്ഞു. കൾച്ചർ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുകയാണ്. എല്ലാവരുടെയും സഹകരണം ആദ്യാന്തം പ്രതീക്ഷിക്കുന്നു. ഏവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയും ചെയ്യുന്നു. നമുക്ക് ആരംഭിക്കല്ലേ? റെഡിയല്ലേ? അതെ, പൈസ അടയ്ക്കാനുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പുറകിൽ ക്യാഷ് കൗണ്ടർ ഉണ്ട്. അമലയായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്നും വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. താങ്ക് യു. Firstly, to get us started in the Christmas spirit, let's start off with a Christmas carol performance by Team Angel Voice.